അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ചേച്ചീൻ്റെ കുട്ടീൻ്റെ ആദ്യ കുർബാനയാണ് നാളെ. അപ്പോൾ ആദ്യ കുർബാനയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ എന്താ ഗിഫ്റ്റ് എന്തെങ്കിലും കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിക്കാൻ തീരുമാനിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ ഡിസ്കസ് ചെയ്ത് എന്ത് മേടിക്കണം, എന്തായിരിക്കും യൂസ്ഫുൾ എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. യൂഷ്വലി ഉപയോഗപ്പെടൂലെന്നല്ല, പക്ഷേ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്. അപ്പോൾ സ്കൂളിൽ പോകാവുന്ന ടൈമാകുമ്പോൾ കുറേ അധികം ഐറ്റംസ് ആവശ്യമാകും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ സ്കൂളിലേക്ക് വേണ്ട ഐറ്റംസൊക്കെ മേടിക്കാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്കൂളിലേക്ക് വേണ്ട എല്ലാം ഒന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മേരിക്ക് മാത്രം വാങ്ങിയാൽ മോന് സങ്കടം. അതായത് അവൾക്കൊരു അനിയനും കൂടിയുണ്ട്. LKGയിലേക്കാണ് ഇപ്പോൾ ഇത്തവണ മെർവിൻ LKGയിലേക്കാണ് ഇത്തവണ. അപ്പോൾ അവനും എന്തെങ്കിലും വാങ്ങാം. ആദ്യ കുർബാനയ്ക്ക് പൊതുവെ ആദ്യ കുർബാനേൻ്റെ ഉള്ള കുട്ടിക്കായിരിക്കും എല്ലാവരും കൊടുക്കുന്നത്. അപ്പോൾ ഇളയ കുട്ടിയോ മൂത്ത കുട്ടിയോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് തോന്നും അയ്യോ എനിക്കും ഇതുപോലെ കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ ഇളയ മോന് അവനെന്തായാലും LKGയിലേക്കാണ്. അപ്പോൾ അവന് സ്കൂളിൽ പോകേണ്ട ഐറ്റംസൊക്കെ വേണ്ടി വരും. അപ്പോൾ അവനും മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 2 പേർക്ക് സ്കൂളിലേക്കുള്ള ഐറ്റംസാണ് വാങ്ങിയത്. അപ്പോൾ കുറേ അധികം സാധനങ്ങളൊന്നുമില്ല, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ്. അതുമാത്രമല്ല ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആദ്യ കുർബാന ഇത്രയും ഐറ്റംസാണ് ഞങ്ങൾ വാങ്ങിയത്. ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിലാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അഖിലേച്ചി വന്നിട്ടുണ്ട് നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തേലും ആദ്യം ഞങ്ങൾ മെരിക്കൊരു ബാഗ് വാങ്ങി. ജീനിന്റെ ബാഗ് അല്ലേ? ജീനിന്റെ ബാഗ്. ഞങ്ങൾ കുറേ ബാഗ് നോക്കിയായിരുന്നു അവിടുന്ന്. പക്ഷേ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടം, അതായത് പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടം പിങ്ക് ആയതുകൊണ്ട് ഞങ്ങൾ പിങ്ക് എടുത്ത്. പക്ഷെ ഞങ്ങൾ വാങ്ങി വന്നപ്പോൾ എല്ലാം പിങ്കുമായോ. പിന്നെ ഇതെന്തായിരുന്നു ലഞ്ച് കിറ്റ് മേരിയൻ്റെ ഐറ്റംസ് ആദ്യം. അപ്പോൾ ഇതിങ്ങോട്ട് വെക്കാം നമുക്ക്. പിന്നെ എന്താ നോക്കുക. പിന്നെ ഇതാ ഒരു പൗച്ച് വാങ്ങിയിട്ടുണ്ട് പെൻസിലൊക്കെ ഇടാൻ. വാട്ടർ ബോട്ടിൽ സ്റ്റീലിൻ്റെ ആണ് കേട്ടോ വാങ്ങിയത്. കാരണം ഇപ്പോൾ സ്കൂളിലൊന്നും പ്ലാസ്റ്റിക് ഒന്നും പറ്റൂല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റീലാണ്, ഇവിടെ പുറത്ത് ഇത്തിരി പ്ലാസ്റ്റിക് ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇത് ലഞ്ച് ബോക്സ്, ഇതും സ്റ്റീലാണ്. ഉള്ളിൽ അത്യാവശ്യം കുട്ടിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. 5th സ്റ്റാൻഡേർഡിലേക്കാണല്ലേ. പിന്നെ അതിനൊരു കറി വെക്കാനുള്ളൊരു പാത്രവും. പിന്നെ കുട. പിന്നെ മഴക്കാലമാണ്, കുട മസ്റ്റായിട്ട് വേണം. അപ്പോൾ ഞങ്ങളൊരു കുട വാങ്ങി. പിന്നെ ബുക്സ് ഞങ്ങൾ ഇത്രയേ വാങ്ങിയുള്ളൂ. കാരണം ഇപ്പോഴത്തെ സ്കൂളിലൊക്കെ എന്ന് വെച്ചാൽ അവർ കൊടുക്കുന്ന ബുക്സാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് ക്വാണ്ടിറ്റിയിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ മോശമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞങ്ങൾ 2-3 ബുക്ക് ഒരു റെഫറൻസിന് വാങ്ങിയെന്നേ ഉള്ളൂ. പിന്നെ 5th എത്തിക്കഴിഞ്ഞാൽ എന്തായാലും വേണ്ടേ നമ്മുടെ ഇതിനെന്തായിരുന്നു ഇൻസ്ട്രുമെന്റ് ബോക്സ്. എന്തായാലും 5th വേണമെന്ന് തോന്നല്ലേ നമുക്ക്. ഹൈസ്കൂളാണ്. എന്തായാലും ഭാവിയിലെങ്കിലും അവൾ ഉപയോഗിച്ചോട്ടെ. പിന്നെ പേന, സ്കെയില്, ഇതൊക്കെ ആവശ്യം വരില്ലേ. ഷാർപ്നർ ഇത് നമ്മൾ കോമൺ ആയിട്ട് മോനും കൂടി കൂടെ വാങ്ങിയിട്ടുണ്ട്. മോന് വാങ്ങിയത് സ്കെച്ചൊക്കെ, ഇറേസർ, പിന്നെ ഗമ്മ്, പിന്നെ നമ്മള് കറക്ഷൻ. പിന്നെ ഹെയർ ബാൻഡ്, കുറച്ച് ബോ, അതൊക്കെ വാങ്ങി. പിന്നെന്താ വേറെ മെരീൻ്റെ ഐറ്റംസ് ഒക്കെ തീർന്നോ? പിന്നെ ബുക്ക് പൊതിയാനൊക്കെ എടുക്കും. ബുക്ക് ഇത് പേപ്പർ റോളും വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ചിക്കൻ ഇൻസുലേഷൻ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ പിന്നെ നെയിൽ സ്ലിപ്പ് വാങ്ങിയിട്ടുണ്ട്. ഇത്രേ ഉള്ളതുള്ളൂ. ഇനി നമ്മൾ മോന് വാങ്ങിയതാണ്. കാരണം മോനൊരു സങ്കടം തോന്നണ്ട, ചേച്ചിക്ക് മാത്രം ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ. അതുകൊണ്ട് മോന് ഞങ്ങളൊരു ബാഗ് വാങ്ങിയിട്ടുണ്ട്. അത് പിങ്കായി പോയി എടുത്തു വന്നപ്പോൾ. പിന്നെ അവനൊരു ടിഫിൻ ബോക്സ്. പക്ഷേ ഇതും ഇതിൻ്റെ ഉള്ളിൽ സ്റ്റീലാണ്.
പിന്നെ അവനും ഒരു ലഞ്ച് കിറ്റ് ലഞ്ച് കിറ്റ് ഉണ്ട് സാധനം. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ, അതും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ വാങ്ങിയത്. കുട്ടികൾക്കൊന്നും ഇപ്പോൾ പ്ലാസ്റ്റിക്കൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, അത് പക്ഷേ നല്ലൊരു കാര്യമാണ്. പിന്നെ ബുക്കുകൾ, ഇതിനെപ്പറ്റി എനിക്കറിയത്തില്ല, ഇതിനെപ്പറ്റി അഖിലേഷ് പറഞ്ഞു. ഇതെന്തൊക്കെ LKG പിള്ളേർക്ക് എന്തായാലും ഒരു 2 ലൈനും ഒരു സ്ക്വയർ ബുക്കും ഒരു 4 ലൈനും മസ്റ്റായിട്ടും വേണം. അതുകൊണ്ട് ഞങ്ങൾ 3 LKG കുട്ടീൻ്റെ അമ്മയായിരുന്നു എൻ്റെ ഒരു അറിവാണത്. പിന്നെ സ്ലേറ്റ്, പിന്നെ അവന് സ്ലേറ്റിൽ എഴുതുന്ന പെൻസില്, ക്രയോൺസ്, പെൻസില്, എഗെയിൻ പെൻസില്, സ്കെച്ച് പെന്ന്. പിന്നെ വാട്ടർ ബോട്ടിൽ ഞങ്ങൾ ആദ്യം പ്ലാസ്റ്റിക് വാങ്ങിയായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് സ്റ്റീലാണ് വേണ്ടത്, അതാണ് കുട്ടികൾക്ക് നല്ലത്. പിന്നെ എന്തായാലും വാങ്ങിയത് കൊണ്ട് എന്തായാലും അവന് കൊടുത്തേക്കാം, വല്ല ജ്യൂസോ എന്തെങ്കിലുമൊക്കെ തണുപ്പിച്ച് കുടിച്ചോട്ടെ, ചൂടുകൊണ്ട് ഒഴിക്കാതെ. പിന്നെ ഇത് ബോക്സ്, ഇത് സാധാരണ നോർമൽ ബോക്സാണ് കേട്ടോ. ഇങ്ങനെ 2 അട്ടയൊക്കെയുള്ള ബോക്സ്. പിന്നെ മോന് ഞങ്ങൾ കുട വാങ്ങിയില്ല, പകരം റെയിൻ കോട്ട് വാങ്ങി. ഇത് നല്ല രസമാണ് കേട്ടോ, ഓറഞ്ച്. ഫുൾ തുറന്നൊന്നും കാണിക്കുന്നില്ല, അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു സാധനം മിസ്സായി പോയത്, ഇത് മേരിക്ക് വാങ്ങിയതായിരുന്നു കേട്ടോ, ഒരു ഫയലൊക്കെ സൂക്ഷിക്കുന്ന ഒരു, ഇത് എന്താ പറയുക, ഫയൽ ഫോൾഡർ. ഓക്കെ. അപ്പം ഇനി ഞങ്ങൾക്ക് ബോക്സ് സെറ്റ് ചെയ്തിട്ട് ഇത് പാക്ക് ചെയ്യാം. പിന്നെ സ്കെയില്, ഓക്കെ. പക്ഷെ നമ്മൾ തുറക്കുമ്പോഴത്തേക്ക് സാരമൊക്കെ എവിടെ കൂടെയുള്ള കറിപ്പാത്രം, ഗൾഫിലെ പെട്ടി ബാക്കി എന്നാലും. പക്ഷെ നമ്മളെ കയ്യിൽ ഇനിയും ഇതുപോലത്തെ തന്നെ ഒരു പെട്ടിയുള്ളത്. മോൻ്റെ സാധനം കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയായിരിക്കും മിക്കവാറും. നെയിം സ്ലിപ്പും എഴുതി വെച്ച് ആയോ അല്ല, ഇതാ ഫയൽ, സ്കെച്ചൊക്കെ മോൻ്റെയാ ആയില്ലേ. ഇതിലാണെങ്കിൽ 2 പേരുടെ കൊള്ളത്തുമില്ല, ഇപ്പോൾ ഒരു പെട്ടിയാണെങ്കിൽ വേസ്റ്റ് പോകല്ലേ. ഫൈനലി ഞങ്ങൾ പെട്ടി പാക്ക് ചെയ്തു. ഒരെണ്ണത്തിൽ തന്നെ ഞങ്ങൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊള്ളിച്ചു കേട്ടോ. അപ്പോൾ ഇനി ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്യണം. ഇതാണ് അപ്പോൾ നമ്മളെ ഫൈനൽ ലുക്ക്. നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറേ കഷ്ടപ്പെട്ടു ഇത് റാപ്പ് ചെയ്യാനൊക്കെ, കാരണം ചെറിയ ചെറിയ പീസായിട്ട് കിട്ടിയതുകൊണ്ട് കുറേ അവിടെ ഇവിടെ കുറേ ഇൻസുലേഷൻ കാണാം. നമ്മൾ കഷ്ടപ്പെട്ട് എന്തായാലും ഇത് പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഫൈനലി ഞങ്ങളങ്ങനെ ചേച്ചീൻ്റെ വീട്ടിലെത്തി. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ഒരു 10-11 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കാരണം പള്ളിയിലത്തെ പരിപാടിക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പള്ളിയിൽ നിന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പള്ളിയിൽ മൊബൈൽ ഫോണിൽ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പള്ളിയിലേക്ക് പോയില്ല. പിന്നെ രാവിലെ തന്നെയായിരുന്നു ചടങ്ങുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്. ഒരു വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ട്. ഇതെന്താ, ഓറഞ്ച് ചേച്ചി, ഓറഞ്ച് രസ്നവെള്ളം. അപ്പോൾ ഇതാണ് കേട്ടോ ആദ്യ കുർബാനേൻ്റെ ഡ്രസ്സൊക്കെ. ശരിക്കും ഒരു ബ്രൈഡിനെ പോലെ തന്നെ ഒരുങ്ങിയിട്ടാണ് കേട്ടോ ആദ്യ കുർബാന. അങ്ങനെ ഗസ്റ്റുകളൊക്കെ ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കേക്ക് കട്ടിങ് സെറിമണിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ തുടങ്ങിയതാണ്, പണ്ടൊന്നും ഞാനിങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ ഈ കേക്കൊക്കെ ഒരാഘോഷത്തിനൊക്കെ നമ്മൾ മുറിക്കുന്നത്. അങ്ങനെ കേക്കൊക്കെ മുറിച്ചു. അവിടെ ഉണ്ടായിരുന്ന കുട്ടികളും അവളുടെ കുഞ്ഞനിയനും ചേച്ചിയും ഹസ്ബൻഡും എല്ലാവരും കൂടിയിട്ട് കേക്കൊക്കെ മുറിച്ചു, എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ ആദ്യ കുർബാനയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ചെറിയൊരു ഗ്രീറ്റിംഗ് കാർഡ് പോലത്തെ ഒരു ഇത് കിട്ടും കേട്ടോ, കുട്ടീൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. അത് ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചു. ബിരിയാണിയും ചിക്കൻ പൊരിച്ചതൊക്കെ ആയിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. പിന്നെ ഐസ്ക്രീമും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി.